I'm Megha and welcome back after so many days and actually months. And this video guys, this video കാരണം നമ്മളെല്ലാ വ്ളോഗും ലാഗ് ആയിക്കൊണ്ടിരിക്കുക. ഇത് ഇവിടെ മാട്ടെ. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് ഫൈനലി എൻ്റെ ഡ്രീം സ്റ്റുഡിയോ ടൂർ. ബൈ ദ വേ നിങ്ങൾ ഫുൾ ഹൗസ് ടൂർ കണ്ടില്ലേ പോയി കാണാതെ ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആദ്യം ഈ ഒരു സ്റ്റുഡിയോൻ്റെ രൂപം എങ്ങനെയായിരുന്നുള്ളത് ആൻഡ് ഫുൾ ഹൗസ് തന്നെ എൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ടൂറിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് ഓരോരോ കോർണറിൻ്റെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് കാണൂ ആൻഡ് ഓടിവാ. കുറേ നാൾ കഴിഞ്ഞ് എടുത്ത ക്യാമറയുടെ അപ്പോൾ കുറച്ച് പൊടി തട്ടിയതാണ്. ഞാൻ പല്ലേച്ചിട്ടുണ്ട്, ആരും ബോധക്കെടണ്ട. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആൻഡ് ഇന്നത്തെ വ്ളോഗിൻ്റെ നമ്മുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലമായി ഗൈസ് ഓൾമോസ്റ്റ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസം കഴിച്ചിട്ട് എൻ്റെ ഒരു പ്രത്യേക കഴിവ് ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ എനിക്ക് കുറേ ഐഡിയാസ് ഈ മാസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കുറെ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കോർ ആയിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇന്നാണ് ആ ഒരു നിമിഷം നമ്മുടെ സ്റ്റുഡിയോന്റെ മേക്ക് ഓവർ ചെയ്യാൻ പോണ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. യെസ്, നിങ്ങൾക്കറിയാം എനിക്ക് പനിയാണ്, നിങ്ങൾക്കറിയാമോ വല്ലതും ആ കാര്യം. ഞാൻ ഗുളികയിലാണ് ഇപ്പം നിൽക്കണത് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു വെറുതെ കിടക്കേമ്മ കിടന്നും കൊണ്ട് വല്ലത് സ്ക്രോൾ ചെയ്യണം ഭേദം നമുക്ക് ഈ പരിപാടി ഒന്നും ചെയ്ത് തീർക്കാമെന്നായില്ല. ആക്ച്വലി എന്താണെന്ന് അറിയാം, ഇത്ര ലാഗ് ആക്കി കളഞ്ഞത് ഞാൻ ഈ സ്റ്റുഡിയോനെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് എനിക്ക് പെയിന്റ് അടിച്ചതിന് ശേഷം ചെയ്താൽ മതി എന്നായിരുന്നു ആദ്യം. ഒരു 2 കൊല്ലെങ്കിലും പിടിക്കണം ഈ ഒരു എന്താ പറയാ ചൂണയൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട്, മതിലൊന്ന് സെറ്റ് ആവാൻ. 1 കൊല്ലമായി ഞാൻ സമയം കൊടുത്തു. ആൻഡ് ഇപ്പോഴും നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകണില്ല. ഞാൻ 1 കൊല്ലം കൂടെ നീട്ടാനാ വിചാരിക്കണം. പക്ഷെ ആ നേരം നോക്കി നമ്മൾ മേക്ക് ഓവർ അങ്ങനെ ഡീലേ ആക്കൂല. നമ്മുടെ മേക്ക് ഓവർ എങ്ങനെയാണ് വിചാരിച്ചേക്കണം അങ്ങനെ ചെയ്യാം. കാരണം ബൈ ദ ബൈ വോളിന് അത്രയും സീൻ ഇല്ല. ചുണ്ണാമ്പാണെങ്കിൽ പോലും നല്ല സീംലെസ്ലി ഓഫ് വൈറ്റ് ആയിട്ടുള്ള അടിപൊളി രീതിയിൽ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ എന്തായാലും കറയാക്കിയിട്ടില്ല, സൂക്ഷിച്ച് കണ്ടാണ് ഞാൻ നിൽക്കുന്നത്. തന്നെ ഇവിടെ കുറച്ച് ഇതേ അലങ്കോലായി കിടക്കുക, ഫർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട പരിപാടികൾ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കണ തെരാപ്പാര ഐറ്റംസ് ഇല്ല, അതൊക്കെ കൊണ്ടുപോയി ഞാൻ ഒരിടത്ത് കൂട്ടിയിട്ടാണുള്ളത് നമ്മുടെ സ്ഥലമുണ്ട് സ്റ്റോറൂമിൽ കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഈ ഡ്രോവറിലുള്ള എല്ലാം പ്രൊഡക്ട്സ് നമുക്ക് ഈ കൊട്ടയിലോട്ടാക്കാം. ആൻഡ് ഈ കൊട്ടയിലുള്ള ഐറ്റംസ് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാം. ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി ഇല്ല, എൻ്റെ അടുത്ത് എത്ര ഡെക്കോർ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പിക്സാർട്ടിൽ ഏത് കോർണറിൽ എന്ത് കൊണ്ടുവെക്കണം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അതായത് ഞാൻ മറക്കില്ല അതിന് വേണ്ടിയിട്ട്. ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ഡെക്കോർ ഐറ്റംസ് നമുക്ക് എവിടെയൊക്കെ ഫിക്സ് ആക്കണം എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഇത് ചെയ്യേണ്ട ഇടയ്ക്ക് എനിക്ക് കുളിർത്തല ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഓക്കെ ഗൈസ്, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനതേ കുറച്ച് ഈ റൈസ് കേക്കുമ്പോൾ പീനട്ട് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിശപ്പടങ്ങി കിട്ടും. നിങ്ങളും കഴിച്ച വേഗം. കമോൺ, ബോൺ അപ്പറ്റീറ്റ്. ഓക്കെ ഗൈസ്, ഇവിടെ മുടിയൊക്കെ കെട്ടി ഞാൻ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രോവേഴ്സിന് ഓരോ സംഭവങ്ങൾ തുടങ്ങാം. അപ്പൊ ഇത് ഫസ്റ്റ് ഡ്രോർ, സെക്കൻഡ് ഡ്രോർ, തേർഡ് ഡ്രോർ, ഇങ്ങനെ കുറെ ഡ്രോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എല്ലാ ഐറ്റംസും ഇല്ലേ ഈ കൊട്ടയിലേക്ക് ആക്കാം. കാരണം മറ്റേ കൊട്ട ഇപ്പൊ ഞാൻ കൊട്ടിയിടുന്നില്ല, കാരണം അത് കൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി തെരാപ്പാര കിടക്കണില്ലേ അത് സ്റ്റോർ റൂമിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. സോ യെസ്, ഇറ്റ്സ് റിയലി ടഫ്, ഇറ്റ്സ് ഗോണ ബി വെരി ടഫ്. ആക്ച്വലി ഈ പ്രോഡക്ട്സ് ഇവിടെ ഇരിക്കണല്ലേ ഗൈസ്, ഇതെന്റെ എന്താ പറയാ ഷൂട്ട്സ് ബാക്കിയായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ ബ്രാൻഡ് അയക്കണതായാലും അല്ലെങ്കിൽ ഞാൻ സ്വയം പൈസ കൊടുത്ത് മേടിക്കണതും. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ഡ്രോവറിൽ തന്നെ ഇത് ഫുൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നത് മനസ്സിലാവില്ല. അപ്പൊ മിക്കവാറും എനിക്ക് തോന്നണം ആ വെള്ളക്കൊട്ട കാലിയാക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് മറ്റേ ഡ്രോവറിന്റെ ഒക്കെ ഇതിൽ വെക്കാം. ഇതപ്പോ നെക്സ്റ്റ് ഡ്രോവറിൽ ആദ്യത്തെ ഡ്രോവർ തന്നെ ഈ നെയിൽസ്, നെയിൽ കട്ടർ, നെയിൽ പോളിഷ്, ലെൻസസ് ആ സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം എടുത്ത് ആക്കാം. വെള്ള പൈതപ്പൈ ഞാൻ കാലിയാക്കിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ തുണികൾ നിങ്ങൾ കാണുന്നില്ല, കാരണം ലാസ്റ്റത്തെ 2 ഡ്രോവേഴ്സിൽ ഞാനില്ലേ ടോപ്സ് ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. നമുക്ക് പതുക്കെ ഇതിനെ മൂവ് ചെയ്യാം, എന്നാലും ഇത് കൊടുക്കത്ത കാനോട് ഗൈസ്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. ഒരു മിനിറ്റ്, കോപ്പിറൈറ്റ്. ഓക്കെ ഗൈസ്, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. എനിക്ക് ഇന്നലെ വീണ്ടും പനി കൂടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ആക്കിയിരുന്നു വർക്ക്. ഇന്ന് ഞാൻ വീണ്ടും ഗുളിക കഴിച്ച് തല ഉയർത്തി വന്ന് നിൽപ്പുണ്ട്. ഞാൻ വീണ്ടും അതേ ഷർട്ട് ഇട്ട്. സോ ദാറ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് ഫൈനലി ഇന്ന് നമ്മൾ ഈ സാധനങ്ങളെടുത്ത് ആദ്യം മാറ്റും. എന്നിട്ട് ഇതെന്തായാലും ഷിഫ്റ്റ് ചെയ്തിട്ട് ഇന്നേറ് മേക്ക് ഓവർ തീർത്തിട്ടേ കാര്യമുള്ളൂ ഗൈസ്. യെസ്, നമ്മൾ വിടാൻ മാട്ടേട്ടാ. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം. ഞാൻ ഓൾറെഡി അവിടെ ഞാൻ നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇതിനെയൊക്കെ കൂടി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓം ഹ്രീം ഹ്രീം നടക്കൂല ഗൈസ്, നമുക്ക് തന്നെ ചെയ്യേണ്ടി വരും.
ഒരാൾ വന്നിട്ടുണ്ട് ഓടിച്ചാടി വൃത്തിയാക്കാനായിട്ട്. മമ്മിക്ക് നീക്ക കളിയില്ല, ഞാൻ ഒറ്റക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. വേറെ 1 മാസമല്ലേ ആയിട്ടുള്ളൂ മമ്മയെ ഞാൻ പറ്റിച്ചു തുടങ്ങിയിട്ട്. പുഞ്ഞാനി ഹെൽപ്പ് ചെയ്യണ പുഞ്ഞാനി സ്വത്തമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്നാണാ. ഈ ഗൈ അറിയാ സിംഗുലർ ആണെന്നൊക്കെ ഒരാള്. കൊറേ പേരാകുമ്പോ ഗൈസ്, ഇതാവുമ്പോ ഗൈയാന്നൊക്കെ. കിച്ച് കോഴി കുഞ്ഞെന്റെ എന്റെ പശുവിന്റെ പിങ്കി പശു ഭയങ്കര പൊറുതി. इंडिपेंडेंट अलोन लाइफ. शिनचैन शिनचैन प्यारा प्यारा शिनचैन शिनचैन बहुत ही न्यारा शिनचैन शिनचैन दिल का दुलारा पारे है कितना क्यूट. ഓക്കെ ഗൈസ്, മോള് കര കയറാനായിട്ട് ഒരു അമ്മയുടെ പാട്. Thank you, Mama. You are so cute. Hey, Mom. You are lovely. I just love you, Mama. ഒരു കാര്യവുമില്ല ഗൈസ്, അമ്മ മോപ്പ് അവിടെ ഞാൻ വെറുതെ കൊണ്ടുപോയി ചെയ്തു തൊടാൻ പണി. Do we need to clean this? കഴിയില്ല ഗൈസ്, എന്നിട്ട് വായിരിക്കണ പുഴ കുത്തും പറയും എന്നോട്. അതായിരുന്നു കാര്യം. ഫുഡൊക്കെ കഴിച്ച് ഇനി സൂപ്പർ ഇല്ല, ഇനി ഇവിടെ ഇട്ടിട്ട് ഓടും. ഇത് തുടങ്ങി വെച്ചിട്ട് എപ്പോഴും ഇതാ പണി. ഒന്നെങ്കിൽ കിടക്കാൻ പോകും, അല്ലെങ്കിൽ ചേച്ചിയെ വിളിക്കാൻ പോകും. ഇനി ഞാൻ ചെയ്തത് ആക്ച്വലി ഞാൻ കൊറേ ഒക്കെ സോർട്ടഡ് ആണ് ഇപ്പൊ. എന്ത് വേണമെന്ന് ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ടേബിളിന് തൊട്ടപ്പുറം ഇതിനെ കൊണ്ട് വെക്കാൻ പറ്റുമോ? ഓക്കെ, 48.5 49. ഗിമ്മി ഗിമ്മി ഗിമ്മ വരും. ഇത് പപ്പ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മൾ സ്വിച്ചിലും കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഓൺ ചെയ്തപ്പോഴല്ലേ വന്നത് പപ്പ? ഇത് ഇവിടെ ഓൺ ചെയ്യുമ്പോ ഓ, അപ്പൊ ഇവിടെ ഈ വിൻഡോയില് ബ്രഷ് വേണ്ടേ? വിൻഡോയില് ചെയ്യുമ്പോ അല്ലേ? ഒന്ന് ഓക്കെ ഓക്കെ പപ്പ ഉണ്ടോ? അപ്പൊ വലിക്കുണ്ടോ? അതേ സംഭവം. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇവിടെ പൊടി, അവിടെ പൊടി ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ മമ്മി എന്നെ കുറച്ച് വഞ്ചിച്ചു. മമ്മി ഉറങ്ങാൻ പോയി. അതല്ല സംഭവം, എനിക്ക് ഉറക്കം വഞ്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകാം. എന്നിട്ട് രാത്രി വേഗം കിടന്നങ്ങോട്ട് ഞാൻ ഉറങ്ങും. എന്നിട്ട് നാളെ ജിമ്മിന് പോയി ഞാൻ റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഷെൽഫ് അങ്ങോട്ട് നീക്കാം. ബാക്കി കുറേയൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. Now let's take my boyfriend in a secret ആയിട്ട് ഗൈസ് ആ കോർണറിൽ വെക്കും, so that we both can spend time together. Come baby, come to me. Some kansa dana college in Maybanat Hello told Nani from the line forever together. Now it's a cut and chaya break. എൻ്റെ സ്കിന്ന് എനിക്ക് മനസ്സിലാവണില്ല, ഡ്രൈ ആയിട്ടായിരിക്കണേ, കൺജസ്റ്റഡ് ആയിട്ടാണ്. പക്ഷെ എനിക്കൊന്ന് ആദ്യമായിട്ട് എനിക്കിത് വന്ന ഫീലിംഗ് ഗൈസ്. എനിക്ക് തേച്ചെടുത്തൊന്ന് കുളിക്കാൻ തോന്നുന്നു. എനിക്ക് നല്ലൊരു ഫേസ് മാസ്ക് ഇടാൻ തോന്നുന്നു. വേഗം നീ പണി തീർത്തിട്ട് വേണം കേട്ടോ. When you have a mother like my mother, you don't need a fitness trainer or coach. Okay guys, so these are the frames ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് ഇന്റർജോയിൻ ചെയ്തും കൊണ്ട് ഇതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, ഇതിലേക്ക് തൂക്കണോ കട്ട്ഔട്ട്സ് ഇല്ലാതെ പോയി തപ്പട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെ ആയിട്ടാ സംഭവം കിടക്കണം. നമുക്ക് ഇതുപോലെ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
മോർണിംഗ് ഗൈസ്. യെസ്, അഗൈൻ വീണ്ടും ഒരു വേറെ ദിവസം. ഇന്ന് രാവിലെ ഞാൻ ജിമ്മിൽ പോയിട്ടാ. ആക്ച്വലി ജിമ്മിൽ പോയി എനിക്ക് പോകണമെന്നായിട്ടായിരുന്നു. പക്ഷെ ഞാൻ പോയി പിന്നെ, കാരണം എനിക്ക് കമ്പാരിറ്റീവ്ലി ഇന്നലെക്കാട്ടും കുറച്ച് ബെറ്റർ ആയിരുന്നു തോന്നിയിട്ട്. ആൻഡ് 1.5 വർക്കൗട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കൗട്ടിന്റെ ജസ്റ്റ് ഒരു സെറ്റേ ചെയ്തോളൂ. ആൻഡ് ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ഞാൻ ചെയ്തില്ല, കാരണം അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നത്. കാരണം ഗുളിക കഴിച്ചിട്ട് ഭയങ്കര വീക്ക്നെസ് ഉണ്ട്, അതുകൊണ്ടിട്ടാ. പക്ഷെ ഇപ്പൊ കുറച്ച് ബെറ്റർ ആ ഫീൽ ചെയ്യണം. രാവിലെ തന്നെ ഉത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് 2 കൊട്ടകളിൽ നമ്മൾ നിറച്ച് വെച്ചില്ല, അതെല്ലാ ഐറ്റംസും നമുക്ക് ഇതിലേക്ക് ആദ്യം എന്താ പറയാ എടുത്തതുപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കാന്നുള്ളത്. ഹെൽത്തി ആവും ഗൈസ്, ഹെൽത്തി ആവും. ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ബാക്കിയൊക്കെ വഴക്കാന്ന് വിചാരിച്ച് വിട്ട് കളാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കർട്ടൻ അടച്ചിട്ട്, കാരണം ഭയങ്കര ചൂടെടുക്കണം കേട്ടോ, അത് കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റില് വൈബ് ഉണ്ടാക്കാം. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു സംഭവം ഹാങ് ചെയ്യാൻ പോകട്ടെ. എവിടെ പോയി? ഓക്കെ, ഇതാണ് മാക്കിന്റെ കോളിൽ വേണ്ട ഇതിനെ തൂക്കാനായിട്ടിട്ട്. അതെ, ഈ ഒരു വോൾ. സോ ദാറ്റ് എനിക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടും. നമ്മുടെ ഹോൾ വീഡിയോന്റെ ട്രൈ ഓൺ ഒക്കെ ചെയ്യുമ്പോഴേ ഇവിടെ ഞാൻ ഓൾറെഡി ഹുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട ഇങ്ങനെ ഹുക്സ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒറ്റ റോഡ് തന്നെ അതിലേക്ക് തൂക്കിയാൽ മതി. എങ്ങനെയുണ്ട് ഐഡിയ? നമുക്ക് നോക്കാം ഇത് എത്രമാത്രം എക്സിക്യൂട്ട് ആകുന്നുണ്ട്. അത് ഇച്ചിരി കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ക്ഷീണം പിടിക്കണം ഗൈസ്. ഇത്തവണത്തെ ഗുളികയുടെ ഡോസ്, ഇതാണ് ഞാൻ ഗുളിക കഴിക്കാത്ത കുന്ത. കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് പാട്. പനി മാറും, ശരീരത്തിന് ഒരു ശേഷി ഉണ്ടാവൂല. കണ്ടോ ഗൈസ്, 2 കൊല്ലമായി ദ്രവിച്ചു തുടങ്ങി കവർ. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, അതാണ് ഏറ്റവും അത് കാരണം അകത്ത് സാധനം എന്ത് കോലത്തിലാണ് കൂടെ എനിക്ക് ഇഷ്ടേ. നല്ല സാധനം ഉണ്ടാ. എന്റെ ഫ്രണ്ട് എങ്ങനെ ബാക്ക് എങ്ങനെയാന്ന് മനസ്സിലാവില്ല. സാറില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊഹത്തിൽ ഇതിനെ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ആ പൈപ്പ് കയറുമെന്ന് പറഞ്ഞുകൂടാട്ടാ, കാരണം ഭയങ്കര തടിമാടം പൈപ്പാ. എന്റെ കഴിവ് കഞ്ച. ഇനി ഇതിനെ നമ്മൾക്ക് തൂക്കണം. നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, ഒരു വളരെ വിയേർഡ് ആൻഡ് കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സോങ് ഇല്ലേ, കമോൺ കമോൺ റെഡിയോ, കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ നാട്ടിലായിരുന്ന സമയത്തിട്ടാ, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താന്ന് അറിഞ്ഞൂടാ, വളരെ വിയേർഡ്. ബട്ട് എല്ലാം ഫ്രൈഡേയിലായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ പാട്ട് പാടുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഫ്രണ്ട്സ് വരെ പറയായിരുന്നു. ആൻഡ് ആ സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും ഒന്ന് ഫ്രൈഡേ ആയിരുന്നു, സോ ക്രീപ്പി. പക്ഷെ അത് എന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്, അതിനുശേഷം ക്രീപ്പിനെസ് വന്നിട്ടില്ല. അതാവോ ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇതങ്ങനത്തെ അല്ല അല്ലേ, ഇങ്ങനെ പറ്റൂ. തേക്കൊന്നും വേണ്ട, പിന്നെ തേക്ക് ചുരുണ്ടടക്കണമൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഇപ്പഴാ അവിടത്തെ നല്ല ഭംഗിയുള്ള ചോറുണ്ടോ നമ്മുടെ ചെറിയ മോനെ ആവട്ടെ. ഇനി അതൊട്ടിക്ക്, അതിന് പൊട്ടിക്കാൻ ഇവിടെ ബാക്കി. നമുക്ക് ഇവിടെ ഫുൾ നമ്മുടെ ഇതുപോലത്തെ ഹാറ്റ്സ് തൂക്കി തുടങ്ങാം. ഒട്ടിച്ചിട്ടും കൂടിയില്ല ടാഗ് പറ. ഓക്കെ ഗൈസ്, സോ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ സ്റ്റിക്ക് ഓൺ ഹുക്സ് കണ്ടിട്ടാ. ആൻഡ് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഹാറ്റ് തൂക്കാൻ പറ്റും, മനസ്സിലായോ? 2 3 4 5 6 ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു ഹാറ്റിനെ സെൻറ്ററിൽ വെച്ചാൽ, ബിക്കോസ് ഇതാണ് ഏറ്റവും കാണാൻ ഭംഗിയായിട്ടുള്ളത്. ഈ ഒരു ലൈൻ വരെ കറക്റ്റ് നിന്നു വിട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിൻഡോ ഫിലിമാണ്, പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു പ്രിന്റാണ് ഗൈസ്, ഐ എം വെരി എക്സൈറ്റഡ്. അപ്പൊ ഒരു ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം വെച്ച് നോക്കാം, പിന്നെ വെളിച്ചത്തിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ മാറ്റാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നോക്ക്, ആ പ്രിന്റ് കണ്ട. ഞാൻ ഒന്നും കൂടെ ക്ലിയർ നിൽക്കും. പിന്നെ ഇതിൽ കൂടെ നമുക്ക് കാണാം ഇച്ചിരി. അത് മതി, അത് മതി. ഫുള്ള് അല്ല, ഇത് ഫുള്ള് വെക്കാം. അപ്പൊ രണ്ടിലും ഇതൊന്ന് കാണണ്ടോ കേഷ്ണി? ഇച്ചിരി താഴത്തോട്ടാ കേഷ്ണി കാണിച്ചു കൊടുക്കട്ടെ. അപ്പുറത്തേക്ക് നോക്കിക്കോ, പാപ്പയെ നോക്കി കാണില്ലേ? ഇഷ്ടായോ? ഇത് മതിയാ? ഇനിയിപ്പോ കുഴപ്പമില്ല, ഗ്യാപ്പ് വേണ്ട. അതെന്തിനാണ് അങ്ങനെ വൃത്തിയിടാവുന്നത്?
അല്ലെങ്കിൽ പിന്നെ ഇതിന്ന് കഷ്ണം മുറിച്ച് വെക്കണം. അതൊട്ടും വേണ്ട പപ്പ. ഇത് ഇത്രയും കവർ ആയിരിക്കണല്ലേ നല്ലത്. എന്നിട്ട് അപ്പുറം ഇപ്പുറം കട്ടൻ ഇട്ടാ മതിയല്ലോ. ഇത് ഞാൻ വെച്ചു ഇവിടം വരെ വരണ്ടേ പിന്നെ പപ്പ എന്നാ മമ്മിയും അപ്പുറത്ത് വരുന്നല്ലേ അപ്പുറത്തെ ഗ്യാപ്പില്ലേ അതിന് വേണ്ടി ഇരുന്ന് മുറിക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫുൾ ഫ്ലോപ്പ് ആയപ്പോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദ്യം വെള്ളം അടിച്ചു കൊടുക്കണം എന്നുള്ളതിട്ട്. പിന്നെ ഈ ഒരു ബ്രഷിന്റെ ഇല്ലേ ഈ അറ്റ ഭാഗം ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് എന്നൊക്കെ പറയണം. നമുക്ക് നോക്കണ്ടല്ലോ. ആ വെള്ളം പോവോ പാപ്പ തന്നെത്താൻ? ആ വെള്ളം കൊണ്ട് ഇവിടെ ഒന്നും കൂടെ കൊടുത്തോട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ വൈൻ ബോട്ടിൽ ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, ഇനി ജൂട്ട് വള്ളി ചുറ്റി തുടങ്ങാം. ഇതിനകത്ത് കണ്ട് ഫേവിക്കോളൊക്കെ ഒട്ടിക്കണം. ഞാൻ ആ പരിപാടിക്കൊന്നും പോണില്ല ഗൈസ്. എത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റോ അത്ര വേണം. Are you ready? Let's start the studio tour. Ta-da! അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ റൂമിലോട്ട് എൻട്രി അടിക്കുമ്പോൾ തന്നെ ദേ ഇവിടെ നമ്മുടെ ഡോറിനെ പോലും ഞാൻ വിട്ടിട്ടില്ല ഗൈസ്. സോ ഇതിനകത്ത് ഞാൻ ഈ ഡോർ ഹാങ്ങർ ആണ്. സോ ഈ സംഭവം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുളക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ 4 എണ്ണം ഉണ്ട് പല പല ഡോറും. അപ്പോൾ ഈ തൂക്കി പറക്കലായിരുന്നു നമുക്ക് പണി ചെയ്ത് നേരം. ആക്ച്വലി ഇതല്ലായിരുന്നു, ഒരു ചന്ത പോലെ ആയിരുന്നു, ഫുൾ കുത്തി നിറച്ചിട്ടേക്കായിരുന്നു ഞാൻ. ബട്ട് ഞാനൊരു കളർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ടുള്ള ബാഗാണ് ഇവിടെ ഞാൻ തൂക്കിയേക്കണം കേട്ടോ. സോ ഗോൾഡ് ആൻഡ് ബേജ് ആൻഡ് ഐവറി അങ്ങനത്തെ കളേഴ്സാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കണം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ആയിട്ട്. ആക്ച്വലി ഫുൾ സ്റ്റുഡിയോ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് മെയിൻ ഫോക്കസ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരു കോർണർ പോലും നമ്മളെ വിട്ടിട്ടില്ല, കോർണറും ഇല്ല മതിലിലോ ഒന്നും വിട്ടിട്ടില്ല. ഫുൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ വേണ്ടത് നമ്മുടെ ഈ ഒരു മിനി പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരു സ്റ്റാൻഡാണ് ഇത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു മീഷോന്നാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ വലിയ ഇലയുള്ള ഈ ഒരു ലീഫ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കുട്ടിയാണ് ആൻഡ് നല്ല ഒരു ഭംഗിയാണ് കാണാൻ. നാച്ചുറൽ ലുക്കിംഗ് ആണ്, ബട്ട് ആർട്ടിഫിഷ്യൽ ആണ്. പ്ലാന്റ് കഴിയുമ്പോൾ ഈ റൂമിലെ ഏറ്റവും അൺഎസ്തെറ്റിക് ആയിട്ടുള്ള ഭാഗം എന്ന് പറയാം അതാണ് ഇത് കേട്ടോ. അൺഎസ്തെറ്റിക് അല്ല, ആക്ച്വലി എസ്തെറ്റിക്കലി പ്ലീസൻ്റ് ആവാനായിട്ട് ഞാൻ അതുപോലെ തന്നെ എന്താ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു 2 ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും യൂസ് ചെയ്തോട്ടെ എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇതിനകത്താണ് സാധനം സ്റ്റോർ ചെയ്യാറ്. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ ഡൊനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിനകത്ത് ഫുൾ ഇങ്ങനെ വച്ചേക്കണം നിറച്ചിട്ട്. അതുകൊണ്ട് ഞാൻ വലിയ 2 പെട്ടികളിവിടെ വച്ചേക്കണത്. അപ്പോൾ വെറുതെ വെച്ചില്ല. ഇതിനകത്ത് ഞാൻ സാധാരണ ഇവിടെ അല്ല ഞാൻ ഫോണൊന്നും ചാർജ് ചെയ്യാറ്. തെങ്ങി നിറഞ്ഞിരിക്കണ ഏരിയയാണ് ഇത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ വെക്കാൻ നമുക്ക് സുഖമാണല്ലോ അങ്ങനത്തെ. ഇനി ഇങ്ങോട്ട് കടക്കുമ്പോഴാണ് നമ്മുടെ ഡ്രീമി ഭാഗങ്ങൾ തുടങ്ങാൻ പോണത്. സോ ഇവിടെ ഉണ്ട് ഈ ഒരു ഷെൽഫ് ഇട്ടാ. സോ ഓരോ ഷെൽഫ് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് വളരെ മിനിമൽ ആൻഡ് ഗേളി വൈബിനെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആക്കി കൊണ്ട് ഞാൻ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഏറ്റവും മുകളിലാണ് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൻ്റെ നിയോൺ ലൈറ്റ്. ഒബ്വിയസ്ലി ഭഗവാൻ തുല്യമാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് വെച്ചേക്കണത് കേട്ടാ. കോട്ടൺ എന്ന് വെച്ചാൽ പഞ്ഞി കുറെ നിറച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ ഐലാഷസ് ഇങ്ങനെ പിടിച്ചിട്ടുള്ള നിയോൺ ലൈറ്റ്, നല്ലൊരു ഗേളി വൈബ് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പിങ്കി ഫ്ലവേഴ്സും അതിൻ്റെ ആ ഒരു കളറിനോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്രീപ്പേഴ്സ് അത് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഷെൽഫിൽ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ, ആക്ച്വലി സേജ് ഗ്രീൻ കളറിൻ്റെ ഈ ഒരു ഡോണറ്റ് വാസ് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ഇങ്ങനെ കുറച്ച് പുല്ലുകൾ ബുഷസും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഒരു ബ്ലഷി പിങ്ക് ആൻഡ് ഐവറി കളറിൻ്റെ ഈ ഒരു ബബിൾ ക്യാൻഡിൽ 2 കത്തിച്ചിട്ടില്ല, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഒബ്വിയസ്ലി ഒരു ക്ലോക്ക് വേണം. ഈ മുറിയിൽ ഞാൻ ഇങ്ങനെ വാൾ ക്ലോക്ക് വെച്ചിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലോക്ക്, അലാം ക്ലോക്ക് അതാണ് വെച്ചേക്കണം. ഇടയിലൊരു പോപ്പപ്പ് ആയിട്ട് നിൽക്കുമല്ലോ, പേസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു പോപ്പ് കളർ. അപ്പോൾ ആ ഒരു അനുസരിച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തായാലും ഇവിടെ ഒരു എന്താ ഇപ്പോൾ പറയാന്ന് അറിഞ്ഞൂടെ, ഇങ്ങനെ കേജ് പോലെ ഇരിക്കണ ഗോൾഡൻ കേജ് ആയിട്ടുള്ള ഈ ഒരു വാസ്, അതിനകത്തും അതുപോലത്തെ സെയിം ബുഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഇവിടെ ഉണ്ട് ഒരു ഔൾ. എന്ത് ക്യൂട്ടാ ഗൈസ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ട്. രണ്ടാമത്തെ ഷെൽഫിൽ ആദ്യം അഗെയിൻ ഈ ഒരു എന്താ പറയുക പേനും പെൻസിലൊക്കെ ഇടുന്ന ഇതില്ലേ
ഹോൾഡർ അതുപോലെ ഗോൾഡൻ കളറിൻ്റെ എസ്തെറ്റിക് ആണ്. അത് ആക്ച്വലി നമുക്ക് മേക്കപ്പ് ബ്രഷസ് അതൊക്കെ വെക്കാം. പക്ഷെ ഞാൻ ആകെ ഇതിനകത്ത് ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ വെച്ചേക്കണത്. അത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടവും പെട്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ ബ്രഷസ് ആയിരിക്കും ഇട്ടേക്കണമായിട്ട് കാണാം. നെക്സ്റ്റ് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഡെക്കോർ പീസാണ് ഗൈസ്. ബിക്കോസ് ഇത് ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ഒരു മനുഷ്യൻ ഒരു പട്ടിക്കുട്ടിയെ ഇങ്ങനെ എന്താ പറയുക സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീസാണ്. ആക്ച്വലി ഇത് ഫുൾ എനിക്ക് റാണിയെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ റാണി അവിടെയും ഇവിടെയും എല്ലായിടത്തും നമ്മുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോഗ്സ് എൻ്റെ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹമാണ് കേട്ടോ. അറ്റ് ദ സെയിം ടൈം ആ കളർ നമ്മുടെ എസ്തെറ്റിക്കിനോട് പോകണുണ്ടായിരുന്നു. സോ അത് എന്നിട്ട് നെക്സ്റ്റ് അഗെയിൻ ഒരു വാസ് തന്നെയാണ്. പക്ഷേ ഈ വാസിൽ വയ്ക്കാൻ ഫ്ലവറിൻ്റെ ഒരു ഐഡിയ കിട്ടണില്ല. ഇതൊരുമാതിരി നമ്മുടെ സയൻസ് എക്സ്പെരിമെൻറ്റ് ലാബില്ലേ അതുപോലത്തെ. അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഓൺ ഇറ്റ്സ് ഓൺ ഇങ്ങനെ വെറുതെ വെച്ചാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്, ഒരു ഉപദ്രവം ഒന്നുമില്ല കേട്ടോ. സോ നെക്സ്റ്റ് ഈ ഒരു വാസ് ഈ ഒരു ബ്ലഷി പിങ്ക് കണ്ട ഒരു വൈബ് പോകണം നമ്മുടെ കാൻഡലിനോട്. പിന്നെ നമ്മുടെ റാണിയോടും വൈബായിട്ടിരിക്കണം ഈ ഒരു വാസ്. അതിനകത്ത് ഞാൻ ഈ ഒരു പുല്ല് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. അതിനകത്ത് വേറെ എന്ത് ഇട്ടിട്ട് ഇത്ര ഭംഗി വന്നില്ല, പക്ഷേ ഈ ബുഷ് വെച്ചപ്പോൾ നല്ല ഭംഗി വന്നു. വളരെ എക്സൈറ്റിംഗ് പാർട്ടാണ് ഈ ഒരു ഷെൽഫിൻ്റെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷെ എൻ്റെ സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ ഫൈനലി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേസാ. ഫൈനലി നമുക്കൊരു സാൻഡൽ ഡിസ്പ്ലേയിങ് ആയിട്ടുള്ളൊരു ഷെൽഫാക്കി മാറ്റാൻ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വൈബ് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഒരു ഷെൽഫ് എനിക്ക് പർപ്പിൾ എസ്തെറ്റിക് ആക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യം തന്നെ ഫുൾ പർപ്പിൾ കളറിൻ്റെ എൻ്റെ പല പല രീതിയിലായിട്ടുള്ള സാൻഡിൽസ് ആണ് ഞാൻ. നെക്സ്റ്റിനകത്ത് ഇങ്ങനെ ന്യൂഡ് അനിമൽ പ്രിന്റ്, ബ്ലാക്ക്, വൈറ്റ്. ലാസ്റ്റത്തേനകത്ത് ഫുൾ പേസ്റ്റൽ കളർഫുൾ അങ്ങനെ അതേപോലെ സേജ് ഗ്രീൻ, അങ്ങനെ പിങ്ക്, ഓറഞ്ച്, അങ്ങനത്തെ പോപ്പപ്പ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഷെൽഫ്. എനിക്ക് ആക്ച്വലി ഫുൾ ഷെൽഫിൽ തന്നെ ഇതുപോലെ ഫുട്വെയർ ഡിസ്പ്ലേ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ ചെരുപ്പിരിപ്പിരിക്കുമ്പോൾ ഒരുമാതിരി എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബിങ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇങ്ങനെ താഴത്തെ ഫുട്വെയർ ഇരുന്നോട്ട് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാം. അത് ഓരോരോ വൈബ് അനുസരിച്ച് ചെയ്യാം. പിന്നെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഡെക്കോർ പീസ്. ഈ ഒരു ഷെൽഫ് കഴിയുമ്പോൾ നെക്സ്റ്റ് വന്നതാണ് ഈ ഒരു കോർണർ. ആൻഡ് ഇവിടെ എൻ്റെ ബോയ് ഫ്രണ്ട്. സോ ഹിയർ ഈസ് മൈ ബോയ് ഫ്രണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആള് പറഞ്ഞ് ഏത് നേരം എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത് നേരം ഞാൻ സ്റ്റുഡിയോയിലാണല്ലോ ഇരിക്കണേ, അപ്പോൾ എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ തന്നെ ഒരു മൂലൊക്കെ ഇരുന്നോട്ടെ. യെസ്, അപ്പോൾ ആള് അത്യാവശ്യം റെസ്പോൺസിബിലിറ്റീസ് ചുമക്കുന്നുണ്ട്. ആസ് യു ഗൈസ് കെൻ സീ. ബൈ ദ വൈ, ഈ ഒരു ഷെൽഫിൻ്റെ ഇപ്പുറം ഞാൻ ഈ ഒരു ഹാങ്കിങ് ഷെൽഫ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആക്ച്വലി ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചാൽ സെറ്റ് ആകും. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല, സോഫ്റ്റ് ടോയ്സേ ഇല്ല ഒട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ അത്യാവശ്യം ക്രീപ്പേഴ്സ് ഉണ്ട്. മിനിമൽ ആയിട്ടിരിക്കാൻ എനിക്ക് ഇത് ഇങ്ങനെ വെച്ചാൽ മതി എന്നായിരുന്നു. നല്ലൊരു കളറാണ്, ബേജ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ. സോ വളരെ ബേസിക് ആയിട്ട് ആണ്. ഇനി നമുക്ക് ബോയ് ഫ്രണ്ടിലോട്ട് തിരിച്ചു വരാം. ഓ മൈ ഗോഡ്, ആൾ പിണങ്ങി തുടങ്ങി ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഷെൽഫിൽ തന്നെ ഞാൻ വെച്ചേക്കാണ് ഈ ഒരു ക്യാമറയുടെ രൂപമായിട്ടുള്ള പേനയും പെൻസിലും ഹോൾഡ് ചെയ്യുന്ന സംഭവമാണ്. നല്ല രസമുണ്ടല്ലേ. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയിട്ടാ, ഞാനൊരു കംപ്ലീറ്റ് ഹോൾ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ എല്ലാം സാധനങ്ങളുടെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നു മാത്രം കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ബൈക്ക്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആൻഡ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ബൈക്ക് ഇട്ടാ. എന്ത് രസമാണ് കാണാൻ, എന്തൊരു ക്യൂട്ടായല്ലേ. ഓക്കെ, ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ജസ്റ്റ് ഒരു ഗ്രീനറി, ഒന്ന് കുറച്ച് ഗ്രീൻ ടച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ക്രീപ്പർ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോയ് ഫ്രണ്ടിനോട് ചൊല്ലാനായി ടേക്ക് ആക്ഷൻ. ആക്ച്വലി സിനിമയായിട്ട് നമുക്കൊരു ബന്ധമില്ല, ബട്ട് ക്യാമറയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ആൻഡ് എനിക്ക് വിൻറ്റേജ് ആയിട്ടുള്ള രീതി ആൻഡ് ഡെക്കോർ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ എന്താ പറയുക ആഡ് ചെയ്യാന്ന് വിചാരിച്ചേട്ടാ. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണിത്. ഞാൻ വിൻറ്റേജ് ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ആണ് ഇവിടെ സെറ്റ് ആക്കി. അങ്ങനെ വിൻറ്റേജ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ജൂട്ട് റോബ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ഇട്ടാ എന്ത് രസമല്ലേ കാണാനായിട്ട്. സോ യെസ്, ഇതെനിക്ക് കുറേ നാളായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇതിന് കുറേ നേരം എടുത്ത് കഴിച്ചാൽ ഈ ഒരു സംഭവം നമ്മുടെ മടിയിൽ ഒരു കാരണക്കാരനായിരുന്നു കേട്ടോ. ഇതൊക്കെ കാരണമാണ് കഴിച്ച് ഞാൻ മടിച്ചിരുന്നത് ഇത്രയും ലേറ്റ് ആയി പോയത് നമ്മുടെ വീഡിയോ. ബട്ട് നൗ മൂവ് ഓൺ ടു ദിസ് വിൻഡോ. ഓക്കെ, അപ്പം ഈ ഒരു വിൻഡോൻ്റെ കേസ് എന്താണെന്നറിയാമോ സംഭവം? ഇത് ഞാൻ നിങ്ങളെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഗ്രേ കളറിൻ്റെ കർട്ടൻസിന് മുമ്പിൽ ഈ ഒരു വൈറ്റ് കളറിൻ്റെ റഫിൾ കർട്ടൻ ഉണ്ട്. നാട്ടിൽ നമുക്ക് യെസ് അതെടുത്തോണ്ട് വന്നത് സ്റ്റുഡിയോൻ്റെ ഓരോരോ ഡെക്കോർ ഐറ്റംസിനോട് ചേർന്ന് പോണ രീതിയിലാണ് കേട്ടോ ഈ ഒരു മാക്രമയുടെ
ഈ ഒരു കർട്ടൻ ഹോൾഡർ നല്ല രസമാണ്, എസ്തറ്റിക് ആണ് കാണാനായിട്ട്. ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, കർട്ടനെ കാണാൻ ഭംഗിയുണ്ട്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണില്ലല്ലോ ഇപ്പൊ ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ എന്നുള്ളത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് കർട്ടൻ ഗൈസ്. ഈ ഗ്രേ കർട്ടൻ്റെ വെള്ളയല്ല, വെള്ള മാത്രം ഇട്ടാ ഇല്ലാത്ത എന്താ പറയുക രാത്രി പോലെ നമുക്ക് പകലാന്ന് തോന്നിപ്പോവും, അതാണ് വെള്ളയുടെ സംഭവം. പക്ഷെ ഇത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് കർട്ടൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. കണ്ടാ നട്ടുച്ചയാണ് ഗൈസ്, പക്ഷെ അറിയണില്ലല്ലോ. അതാണ് അടിപൊളി കർട്ടനാണ്. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് വെയിലടിക്കാത്തത് തന്നെയല്ല, വെളിച്ചം വരാത്തത് തന്നെയല്ല, ചൂട് വരെ ഇത് കൺട്രോൾ ചെയ്യും. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂട് ഫീൽ ആവില്ല. അത് അത്രമാത്രം ഹീറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അഹമ്മദാബാദിലെ ചൂട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു വിൻഡോയിൽ വേറൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ ഫിൽം ഒട്ടിക്കുക എന്നുള്ളത്. കുറച്ച് പ്രൈവസിക്ക് വേണ്ടി ഗൈസ്. കാരണം ഇവിടെ ഞാൻ ജനലടച്ചാൽ പോലും നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും. പക്ഷേ യുനോ മുമ്പിൽ തന്നെ എൻ്റെ അത്യാവശ്യം ഫാൻസൊക്കെ താമസിക്കുന്നതാണ്. അവരിങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ഷൻ വരും. അതില്ലാണ്ടിരിക്കാൻ പ്രൈവസി ഫിൽം ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവരെ കാണാനും പറ്റും, അതുപോലെയാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രൈവസി ഫിൽം ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു മേപ്പിൾ ഡിസൈൻ ആയിട്ടുള്ള, കാരണം എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ഒട്ടിച്ചപ്പോൾ അപ്പുറം ഇപ്പുറവും കുറച്ച് ഗ്യാപ്പ് വീണു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സെയിം ഒട്ടിക്കേണ്ട, കുറച്ചും കൂടെ പ്രൈവസി മെയിൻറ്റെയിൻ ആയിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ കർട്ടൻസ് സൈഡ് ആക്കുമ്പോഴേ കർട്ടൻസ് കാരണം അത്ര ഭാഗം അല്ലെങ്കിൽ തന്നെ അടഞ്ഞു കിടക്കും. അപ്പം ഞാൻ വിചാരിച്ചു നോർമൽ ആയിട്ടുള്ള ബ്ലേഡ് ആയിട്ടുള്ള വിൻഡോ ഫിലിംസ് മതി എന്നായിട്ട്. ഓക്കെ ഗൈസ്, സോ ഞാൻ ഇത് കുറേ നാൾ ഞാൻ റെന്റിൽ താമസിക്കും മുതൽ ഈ ഒരു സംഭവങ്ങൾ മേടിച്ച് വെച്ചേക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാറ്റ്സ്, ബീച്ച് ഹാറ്റ്സ് മേടിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഫൈനലി എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ കോർണർ കിട്ടിയത്. ബിക്കോസ് ഈ ഒരു വാതിലും ഈ ഒരു കർട്ടൻ്റെ ഇടയ്ക്ക് ഈ ഒരു കോർണർ വെറുതെ കിടക്കരുന്നു, നമ്മൾ അങ്ങനെ വിട്ട് കളയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് ഫൈനലി എനിക്കൊരു വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ ഡോറിലും അഗെയിൻ ഞാൻ ഡോർ ഹാങ്കർ തൂക്കിയിട്ടുണ്ട്. യെസ്, ഇതാണ് കേസ് നമ്മുടെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കർട്ടനും ആൻഡ് ഈ ഒരു ഹാറ്റ്സിന് ഈ വോളിനോട് യോജിപ്പിച്ചും കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ബാഗ്സ് തൂക്കിയേക്കുന്നത്. ലൈക്ക് ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, അത് അനുസരിച്ചാണ് ഇവിടെ ഞാൻ ഈ സെറ്റ് ആക്കിയത്. ആക്ച്വലി ഇത് സ്റ്റോർ റൂമാണ്, ഞാൻ നിങ്ങളുടെ മുമ്പും വന്നിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോർ റൂമിന്റെ അകത്തെന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ല, കാരണം ഈ പ്രോപ്സ് ആണ്. പ്രോപ്സ് വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ മഞ്ഞ പൂക്കളൊക്കെ തൂക്കിയിടുന്ന കണ്ടിട്ടില്ലേ, ഇലകള് അല്ലെങ്കിൽ വിഷുവിന് കണിക്കൊന്ന പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ ഒക്കെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ മാറ്റ്, ഉപയോഗിക്കാത്ത വിന്റർ സംഭവങ്ങളില്ല, തണുപ്പത്ത് ഉപയോഗിക്കാത്ത പുതപ്പും അതൊക്കെ. അതുകൊണ്ട് കുറെ അങ്ങനത്തെ കാര്യങ്ങൾ കുത്തിയറച്ചിട്ടേക്ക്. അപ്പൊ നമ്മുടെ എസ്തെറ്റിക്കിന്റെ ലിങ്ക് വിട്ടു പോരും, അതുകൊണ്ട് ഞാൻ കാണിക്കൂല. പിന്നെ ഈ വിൻഡോന്റെ ഈ ഒരു വാളിന്റെ മുമ്പിൽ ഈ ഒരു വലിയെന്ന് പറഞ്ഞാൽ 6x4 ഈ ഒരു ജൂട്ട് മാറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇട്ടാ. ഇത് ആക്ച്വലി കാണേ ഇല്ല, അതുപോലെയാണ്. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോ റൂമിന്റെ ഈ ഒരു കണ്ട ടൈല് കണ്ട വുഡൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് പെട്ടെന്ന് അറിയൂല ഗൈസ്, അങ്ങനെ കാണാനില്ലാത്തൊരു മാറ്റാണ്. പക്ഷെ എനിക്ക് ഈ ഗ്രിപ്പ് വേണം ചില സമയത്ത് എന്ന് വെച്ചാൽ, സ്പെഷ്യലി നമ്മുടെ ഹോൾ വീഡിയോയിൽ ട്രൈ ഓൺ ഒക്കെ ചെയ്യൂല, അപ്പോൾ സാൻഡലിട്ട് ചെയ്യുമ്പോൾ ഞാൻ തെന്നും. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാട്ടെ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുമ്പോൾ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം നിങ്ങൾ പായ വിരിച്ച് ഉറങ്ങൂലേ, അതുപോലത്തെ ഒരു ഫീൽ. അതുകൊണ്ട് എനിക്ക് ഇതുമ്പോൾ കിടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുഖമാണ് കിടക്കാൻ. നൗ കംസ് ദ വെരി എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദി സ്റ്റുഡിയോ ഗൈസ്. ആൻഡ് ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും ഫ്ലാറ്റ് ആവാൻ നിങ്ങളെ ഞാൻ ഫ്ലാറ്റ് ആക്കാം. എനിക്ക് ബൈക്സിനോടെന്ന് പറഞ്ഞാൽ പ്രാന്ത, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്സ്, സ്പെഷ്യലി റോയൽ എൻഫീൽഡ് ആൻഡ് ഹാർലി ഡേവിഡ്സൺ. ഞാനും ബോയ് ഫ്രണ്ടും ഈ ബൈക്സിലൊക്കെ കറങ്ങണത്. ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. ആൻഡ് ഇത് ഞാൻ എപ്പോൾ 1.5 കൊല്ലം മുമ്പ് മേടിച്ച് വെച്ചേക്കണതാണ് ഗൈസ്. ഫൈനലി ഇപ്പോഴാണ് എനിക്കിതിനെ വയ്ക്കാനൊരു സ്ഥലം കിട്ടിയത്. ആക്ച്വലി മതിൽമ വെക്കണം എന്നുള്ളതായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ മതിൽ തുളയ്ക്കുക എന്നുള്ളത് ഫുൾ പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ എനിക്കും അതിപ്പോൾ വന്നു തുടങ്ങി, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ. സോ അതുകൊണ്ട് ഫൈനലി ഈ ഒരു ഷെൽഫിന്റെ മുകളിൽ വെക്കണം. ഞാൻ ഈ ഒരു ഷെൽഫിനെ കുറിച്ചും കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ബട്ട് എവിടെ നിന്നാണ് ഞാൻ ഈ ഷെൽഫ് ഉണ്ടാക്കിച്ച ആ കട പൂട്ടി. താങ്ക് യു എൻ്റെ ഐശ്വര്യം വേണതെല്ലാം. ആക്ച്വലി ഒരു ഫർ ക്ലോത്ത് ഇല്ല കണ്ട, ഒരുമാതിരി റോഡിന്റെ കളറാണ്. അപ്പൊ റോഡിൽ ഇങ്ങനെ എന്താ പറയാ കുറച്ച് പുല്ലൊക്കെ ആയിട്ട് ബൈക്ക് നിൽക്കണം, അതുപോലത്തെ രീതിയിലൊക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കണം. ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബൈക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും ഞാനിപ്പോൾ എന്താ ഫീൽ ചെയ്യണം എന്നുള്ളത്. മേടിക്കാനോ പറ്റിയിട്ടില്ല, പക്ഷെ ഇത് കണ്ടെങ്കിലും എനിക്ക് സന്തോഷിക്കാമല്ലോ. യെസ്, അപ്പൊ ഈ ഡ്രോവറിന്റെ ഇപ്പുറം ദേ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡസ്റ്റ്ബിനും നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ഇങ്ങനെ ബേജ് കളറിൻ്റെ കേട്ടാ. ആൻഡ് ഈ ഡ്രോവറിൻ്റെ ഇനി ടൂർ വേണം നിങ്ങൾ പറയൂ, കാരണം ഇത് അത്യാവശ്യം കുളം കളിക്കാൻ വെച്ചേക്കാണ് ഗൈസ്. കാരണം പഴയ കേബിളും
വർക്കാവാത്ത കുറേ വയറുകളും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതിനകത്ത് ഞാൻ വച്ചേക്കണത്. ഈ 3 ഡ്രോവേഴ്സ് ഞാൻ കാണിച്ചു തരാം. കാരണം ഈ 3 ഡ്രോവറിൽ ഞാൻ എൻ്റെ വീഡിയോസിലിടുന്ന ഇൻട്രോ ആയിട്ടുള്ള ടോപ്സ് ഇല്ലേ, എന്ന് വെച്ചാൽ വീഡിയോസിലിടുന്ന ടോപ്പുകളില്ലേ, അത് ഞാൻ ഫുൾ ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഒരു ഡ്രോവർ എന്നോട് ചോദിക്കരുത്, ഞാൻ കാണിക്കില്ല. കാരണം അലങ്കോലപ്പെട്ടിരിക്കുക. പിന്നെ ആദ്യത്തെ ഡ്രോവർ ഇട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നെയിൽസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും സെറ്റാക്കിയിട്ടില്ല. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ എന്താ പറയുക പ്രോഡക്ട്സും നമുക്ക് ഷൂട്ട്സിന് ആവശ്യമുള്ള അങ്ങനത്തെ ഒക്കെ കുറേ പിന്നെ കുറേ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഡീക്ലട്ടർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊക്കെ അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് വേറെ വീഡിയോ വേണ്ടേ? നിങ്ങൾ എന്തി പറഞ്ഞ ഒക്കെ ഒന്നിൽ തന്നെ നമ്മൾ ഒതുക്കോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രോവറിൽ നിന്ന് തുടങ്ങാം കേട്ടാ. ആദ്യം തന്നെ നമുക്കുള്ളതാണ് ഈ ഒരു നെയിൽസിന്റെ ഫുൾ സെക്ഷൻ. മൂന്നാമത്തെ ഡ്രോവർ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കണ്ട ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ടോപ്സ് ആണ് ഞാൻ വച്ചേക്കുന്നത്. ഇവിടെ ഫുൾ യെല്ലോസ്, ഇവിടെ റെഡ്സ്, പിന്നെ പിങ്ക്സും ബ്ലൂ ഒക്കെ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഇങ്ങനത്തെ ആയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളത്. ഇതിനകത്ത് റെഡ്സ് ഉണ്ട്, ബ്ലാക്സ് ഉണ്ട്. അങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കൂടുതൽ ഇതിനകത്ത്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ സിൽക്കി സാറ്റനി ആയിട്ടുള്ള ടോപ്സ് ഇല്ല അത്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ക്രോപ്ഡ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ഇങ്ങനെ എന്താ പറയുക ഓഫ് ഷോൾഡർ അല്ലെങ്കിൽ ഹോട്ട് നെക്ക് അങ്ങനത്തെ ആയിട്ടുള്ള ടോപ്പുകൾ. ലാസ്റ്റത്തെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഷി ആയിട്ടുള്ള സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ കുറേ പർപ്പിൾസും ആൻഡ് ഇവിടെ കുറേ ഇങ്ങനെ പീച്ച് ആൻഡ് ബേബി പിങ്ക് അങ്ങനത്തെ കളർ ആൻഡ് ഇവിടെ ഫുൾ പൗഡർ ബ്ലൂ ആൻഡ് അങ്ങനത്തെ ഒക്കെ ഒരു ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടോപ്പ്. അപ്പം ഡ്രോവറിൻ്റെ ഒരു മതിൽ കഴിയുമ്പോൾ വരുന്നതാണ് അഗെയിൻ എക്സൈറ്റിംഗ് ഗൈസ്. ഇതൊന്നും എക്സൈറ്റിംഗ് ആണ്. ഈ ഒരു കാർഡ് ഈ ഒരു സംഭവം എനിക്കൊന്നും പറയില്ല. ഏറ്റവും പാഡസ്റ്റ് എവർ, ഏറ്റവും ഹാർഡായിട്ടുള്ളതായിരുന്നു ഈ ഒരു സംഭവം സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. ഞാൻ ഇതിന് വേണ്ടി കുറേ സമയം എടുത്തു. ആക്ച്വലി ഞാൻ എൻ്റെ വൈബ് അനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുടെ പ്രിന്റ് ഔട്ട്സ് ഞാൻ എടുത്തിട്ട് ഫൈനലി ഫ്രെയിമിൽ ഞാൻ സെറ്റാക്കിയേക്കണത് കേട്ടോ. ഇത് പക്ഷേ നമ്മൾ ആദ്യമൊക്കെ റെന്റിലെ വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തുളയ്ക്കാനും പിടിക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ തുളച്ചിട്ടില്ല. അതാണ് മെയിൻ പാർട്ട്. ഈ ഒരു ടേബിളിന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ ഒരു ടേബിൾ അറിയാലോ എപ്പം മുതലുള്ളതാണ്. അതിനെ പെയിൻ്റൊക്കെ ആക്കി വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ളൊരിതായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആൻഡ് ഗുജറാത്തിൽ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചെൻ്റെ ആദ്യത്തെ ഫർണിച്ചറായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കൂല. സോ ഇനി അറിഞ്ഞൂടാ പിന്നെ മനസ്സ് മാറുന്നുള്ളത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഗൈസ്. സോ യെസ്, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു എന്താ പറയുക വിൻഡോ ഫ്രെയിം കുറച്ച് ഇങ്ങനെ വിൻറ്റേജ് ലുക്കായിട്ടുള്ള ഒരു ഡെക്കോർ ഐറ്റം ആണ്. ആക്ച്വലി ഇത് മതിൽമ എവിടെയെങ്കിലും വെക്കണം നല്ലത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല, നല്ല രസമുണ്ട്, കാണാൻ രസമുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു കണ്ണാടി ആൻഡ് വേറെ 2 കണ്ണാടി ആൻഡ് ദെൻ ഇവിടെ ഈ ഒരു ജസ്റ്റ് നോർമൽ ഒരു ഡെക്കോർ പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് അത്യാവശ്യം ബുക്സ് ആയിട്ടുള്ള സെക്ഷൻ ആൻഡ് ഇവിടെ പല രീതിയിലായിട്ടുള്ള കുറേ ബുക്സ് ഇവിടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ മുകളിൽ ഇങ്ങനെ ക്യാൻഡിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വുഡൻ ഓർഗനൈസറാണ് കേട്ടോ യൂസ് ചെയ്തത്. ആസ് യു ഗൈസ് കൻ സീ കുറേ ബുക്സ് ഇവിടെ ഞാൻ ഈ ഗോൾഡൻ കളറിൻ്റെ സ്റ്റാൻഡിലും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വായിച്ച് തീർന്നിട്ടില്ല, ഓരോന്ന് ഇങ്ങനെ വായിക്കണുള്ളൂ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ യെസ് ഐ എം വെരി എക്സൈറ്റഡ്. അപ്പോൾ ഓരോന്ന് വായിക്കും തോറും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞൂടാ ഗൈസ്, ബട്ട് ഈ ഒരു ടേബിളിൽ നമുക്കൊരു ക്യൂട്ട് ഐറ്റം ഉണ്ട്. നമുക്ക് വീണ്ടും ഇവിടെ റാണി ഉണ്ട് ഗൈസ്. റാണിയുടെ ലൈറ്റ് കത്തിച്ചടിച്ചോട്ടാ. ഇത് മാത്രം കത്തിച്ചും കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പ്ലീസൻ്റ് ആയിട്ട് നമുക്ക് ബുക്കൊക്കെ വായിക്കാം. ഇവിടെ കൂടുതൽ ക്ലട്ടർ വേണ്ട, ഇങ്ങനെ കുറേ ഇങ്ങനെ സ്പേസ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ എന്ന് വെച്ചാൽ വായിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടി അപ്പോൾ ആ ഒരു സമയം ഞാൻ അവിടെ നിന്ന് ചെയർ എടുത്തുകൊണ്ട് വരും. അപ്പം എടുത്തുകൊണ്ട് വരില്ല, ഫുൾ ഇവിടെ ഞാൻ ഏത് നേരം ചെയർസ് വെക്കില്ല. ചെയർ അവിടെ ഡൈനിങ്ങിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്ന ടേബിളിൻ്റെ അടിഭാഗത്തും കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡ്രോറിനകത്ത് ഞാൻ വെച്ചേക്കണ ഫെയറി ലൈറ്റ്സ് ഇല്ല, നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്യണം മിനി ആ ലൈറ്റ്സ് ഒക്കെ അതിനകത്ത് വെച്ചേക്കണത്. ഇതിനകത്ത് ഇങ്ങനെ സെലോ ടേപ്പ്, നൂല്, അതുപോലത്തെ പെട്ടെന്ന് ആവശ്യം വരുന്ന ചില സാധനങ്ങൾ, അത് അക്രമിക്കറ കാര്യങ്ങൾ അതിനകത്ത് ഇരിക്കണത്. ഈ 3 ചെരുപ്പുകൾ ഇവിടെ വന്ന് എന്താന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഗൈസ്. അതിന് ഇവിടെ നിന്ന് ഞാൻ മാറി ഇവിടെ ഒന്നും അല്ല, സ്റ്റോർ റൂമിലിരുന്ന ജസ്റ്റ് ഇവർക്ക് വരണം എന്ന് പറഞ്ഞു വീഡിയോയിൽ. അപ്പോൾ എനിക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, കാരണം ഇവരുടെ അത്യാവശ്യം യോഗ്ദാനമുള്ളതാണ് നമ്മുടെ ഹോൾ വീഡിയോസിൽ ഞാൻ ഇതിനിട്ടുകൊണ്ട് വരാറുള്ളത്. ട്രൈ ഓൺ ഈ ഒരു ഓർഗനൈസർ ഇത് മേടിച്ച് എവിടെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം, പക്ഷെ ഇതുവരെ എനിക്ക് എവിടെ യൂസ് ചെയ്യാം എന്നുള്ളത് കിട്ടിയില്ല. ഞാൻ കബോർഡിൽ യൂസ് ചെയ്ത്, അത് നമ്മുടെ ഈ മെയിൻ വെള്ള ഷെൽഫിൽ യൂസ് ചെയ്ത്, പിന്നെ ഫൈനലി ഇവിടെ തന്നെ ഞാൻ കൊണ്ട് വെറുതെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ പ്ലേ ബട്ടൺ അത് ഞാനിവിടെ വച്ചേക്കാണ്, ബിക്കോസ് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഞാൻ റെഡിയാക്കി ആലോചിച്ച് വെച്ചിട്ട് ഹെയർ ഡ്രയറും പിന്നെ സ്റ്റീം അയണിങ് ഇല്ല, അതാണ് ഞാൻ ഇവിടെ വെച്ചേക്കണം. പിന്നെ താഴെ 2 നോർമൽ ആയിട്ടുള്ള
എത്നിക് ബാഗ്സ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ്. അപ്പോൾ അതേ കണ്ട ഞാൻ ഫുൾ സെറ്റ് ആക്കിക്കണം നോക്കി ഗൈസ്. ഇതും അഗെയിൻ ഞാൻ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്തിരുന്ന സ്റ്റിക്ക് ഓൺ എഡസീവ് ആയിട്ടുള്ള ഹുക്സ് ഇല്ലേ, യെസ് അതിനകത്താണ് ഞാൻ സെറ്റ് ആക്കിയിടുന്നത് കേട്ടോ. ആക്ച്വലി ഇത് ഒരു പ്രാവശ്യം വീണു ഗൈസ്, അവിടെ നിന്ന് വീണിരുന്നു. പിന്നെ ആ സ്റ്റിക്കറിനെ ഞാൻ പതുക്കെ റിമൂവ് ചെയ്ത് നാളെ നിൽക്കുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് യെസ്, അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. നൗ കംസ് ദ സിമ്പിൾ ആൻഡ് ഓൾമോസ്റ്റ് എൻഡ് പാർട്ട് ഓഫ് ദി സ്റ്റുഡിയോ. ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള മാക്രമേ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മുടെ ഹോൾ വീഡിയോന്റെ ട്രൈ ഓൺ ആസ് എ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും കൂടെ ഉണ്ട് ഇത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആ ഒരു വിൻറ്റേജ് ലുക്ക് വൈബ് കണ്ടിന്യൂ ആവാനായിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് ഈ ഒരു സ്പോട്ട് ലൈറ്റ് ലാമ്പ് ഇട്ടാ. സോ യെസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സംഭവം. മമ്മി ഇതിനെ ചെണ്ടയാവാറാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, യെസ് നമ്മുടെ ഹൗസ് ടൂർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബാക്കിയുള്ള റൂമും പാർട്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. നൗ കംസ് ദിസ് സെൻറ്റർ ടേബിൾ ആൻഡ് ഈ ഒരു ടേബിൾ ഞാൻ ഈ ഒരു റൗണ്ട് ബേജ് പ്ലസ് ഐവറി ആ ഒരു കളർ റഗിനകത്താണ് ഇതിനെ ഞാൻ പ്ലേസ് ചെയ്തേക്കണത്. സോ യെസ്, ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീറ്ററാണ് ഗൈസ്. ഇത് ഒരിടത്ത് നിൽക്കില്ല. ഇത് മമ്മി ഇഷ്ടമുള്ളപ്പോൾ അപ്പുറത്ത് എടുത്തുകൊണ്ട് പോകും, ഞാൻ അവിടെ നിന്ന് പിടിച്ചടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ടേബിളാണ്. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഐക്യയിലെ ടേബിളാണ് കേട്ടോ. ബട്ട് നല്ലതാണ്, കാണാൻ ഡിഫറെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഓവറല്ല. ആൻഡ് എനിക്ക് കുറച്ച് എസ്തെറ്റിക്കും വേണമായിരുന്നു, എന്നാൽ എവിടെയും ക്യാരി ചെയ്യാം അങ്ങനത്തെ ഒരു രീതി. അതിനകത്ത് ഇങ്ങനെ ഞാൻ ഈ ഒരു വുഡൻ ട്രേ വെച്ചിട്ടുണ്ട്, അതുമേ ഒരു വാസ് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ പൗഡർ ബ്ലൂ കളറിൻ്റെ റോസസ്, ദെൻ ക്യാൻഡിൽ, ദെൻ ഇവിടെ ഉണ്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മിറർ. ഞാൻ ക്ഷീണിച്ചു ഗൈസ്, ഫുൾ സ്റ്റുഡിയോ കാണിച്ച് ഞാൻ ക്ഷീണിച്ചു. സോ യെസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റുഡിയോ ടൂർ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഗൈസ് പറയട്ടെ, എന്നോട് ഓണസ്റ്റ് ആയിട്ട് പറയണം. ബിക്കോസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് നിങ്ങളുടെ കാര്യം എനിക്ക് അറിയണമല്ലോ എന്താണെന്നുള്ളത്, ആൻഡ് എങ്ങനെയുണ്ട് ഫുൾ സെറ്റപ്പ് എന്നുള്ളത് പറയാം കേട്ടോ. ഐ എം സോ ഹാപ്പി ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വൃത്തിയും മേനയും കാത്ത് സൂക്ഷിക്കണമെന്ന് മമ്മി മോർണിംഗ് തന്നിട്ടുണ്ട്. അത് ഞാൻ പാലിക്കാൻ നോക്കും. സോ യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മുന്നോട്ടുള്ള വ്ളോഗ്സ് കാണാനായിട്ട് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ച് വെച്ച് നമുക്ക് വേഗം നോക്കാം. ടേക്ക് ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു all. Bye bye.